Good morning, students. നമ്മൾ ഡിസ്കസ് ചെയ്തത് വൺ വേ സ്ലാബുകളെ കുറിച്ചാണ്. അതിൽ തന്നെ കണ്ടിന്യൂസും സിംപ്ലി സപ്പോർട്ടറുമായ സ്ലാബിന്റെ ഡിസൈൻ നമ്മൾ നോക്കി. ഇനി ആസ് പെർ സിലബസ് നമുക്ക് വരുന്നത് കാൻഡിലീവർ സ്ലാബ്സും അതുപോലെ തന്നെ ഡിസൈൻ ഓഫ് സൺഷെയ്ഡും ആണ്. നമുക്ക് അതിലോട്ട് പിന്നീട് കടക്കാം. നമ്മൾ ഇന്ന് ടു വേ സ്ലാബ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസൈൻ ഓഫ് ടു വേ സ്ലാബ്സ്, സിംപ്ലി സപ്പോർട്ടർ, റീസ്ട്രെയിൻഡ് ആൻഡ് ഡിഫറെന്റ് എൻഡ് കണ്ടീഷൻ. ഇതിലും രണ്ട് കണ്ടീഷൻ വരുന്നുണ്ട്, സിംപ്ലി സപ്പോർട്ടറും റീസ്ട്രെയിൻഡും. ഓക്കെ, അപ്പോൾ സ്ലാബ്സിന്റെ പോർഷൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസൈൻ ഓഫ് സൺഷെയ്ഡിലോട്ട് കടക്കാം. ഇതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില പോർഷൻസ് ആണ് ഡിസൈൻ ഓഫ് ടു വേ സ്ലാബ്സ് ചോദിക്കാറുണ്ട്. മാത്രമല്ല അതിൽ ഈ ഡിഫറെന്റ് എൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്ന പോർഷൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് ഡിസൈൻ ആവശ്യമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസൈൻ പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഡിഫറെന്റ് എൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് ടു വേ സ്ലാബ്സിന്റെ റീസ്ട്രെയിൻഡ് ആൻഡ് അൺറീസ്ട്രെയിൻഡ് കണ്ടീഷൻസ് എന്തെല്ലാമാണ് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം ബിഹേവിയർ സ്ലാബ്സ്, ടു വേ സ്ലാബ്സിന്റെ ബിഹേവിയർ എങ്ങനെയാണ്? ദേ സ്പാൻ ഇൻ ബോത്ത് ഡയറക്ഷൻ ആൻഡ് their Ly by Lx is less than or equal to 2. Okay, RCC slab supported on for all four sides with L by Lx less than or equal to ആണ് എന്ത് ടു വേ സ്ലാബ്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡ് മാത്രമേ സപ്പോർട്ട് ഉള്ളെങ്കിൽ അത് വൺ വേ സ്ലാബ് ആണ്. ഫോർ സൈഡ് സപ്പോർട്ട് വിത്ത് Ly by Lx less than or equal to is ടു വേ സ്ലാബ്. They span in two direction. Okay, main reinforcement is provided in both direction. ഇനി നമുക്ക് വൺ വേ സ്ലാബിന്റെയും ടു വേ സ്ലാബിന്റെ ഒരു കമ്പാരിസൺ സ്ഥിരമായിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ലിസ്റ്റ് ഔട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. ഓക്കെ, Ly by in one way slab Ly by Lx is greater than 2 and in two way slab L by Lx is less than or equal to. നമ്മൾ സ്ലൈഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഷോർട്ട് ആയിട്ടായിരിക്കും നോട്ട്സ് എഴുതിയിട്ടുണ്ടാവുക. നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതുമ്പോൾ എന്താണ് Ly എന്താണ് Lx എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. Ly is the length along the longer direction, Lx is the length along the shorter direction. Okay, bending takes place in one direction ആണ് വൺ വേ സ്ലാബ്. നമ്മൾ പറഞ്ഞതാണ്, ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് മാത്രം. ടു വേ സ്ലാബ്, ഇൻ ദ കേസ് ഓഫ് ടു വേ സ്ലാബ് bending takes place in both direction. അതുകൊണ്ട് തന്നെ വൺ വേ സ്ലാബുകളിൽ മെയിൻ റീൻഫോഴ്സ്മെന്റ് ഇസ് പ്രൊവൈഡ് അലോങ് ദി ഷോർട്ടർ ഡയറക്ഷൻ, while in the case of two way slab main reinforcement is provided in both direction. ഇനി കമ്പാരിറ്റീവ്ലി വൺ വേ സ്ലാബിന്റെ ഡെപ്ത് കൂടുതലാണ്. പക്ഷേ as in the case of two way slab depth required is less and steel required is also higher in case of one way slab. So one way slabs are least economical while considering two way slab. So two way slabs are more economical as depth. അതുകൊണ്ടാണ് ഡെപ്തും കുറവാണ്, സ്റ്റീൽ റീൻഫോഴ്സ്മെന്റും കുറവാണ്. എമൗണ്ട് ഓഫ് സ്റ്റീൽ റിക്വയർഡ് ഇസ് കമ്പാരിറ്റീവ്ലി, അതായത് നമ്മളൊരു ഡിസൈൻ ചെയ്തിട്ട് ഒരു വൺ വേ സ്ലാബും ടു വേ സ്ലാബും കമ്പയർ ചെയ്യാണ്. സെയിം ഏരിയ അല്ലെങ്കിൽ സെയിം ലെങ്ത്തിൽ സെയിം ഏരിയ വരുന്ന രണ്ട് സ്ലാബുകൾ കമ്പയർ ചെയ്യുമ്പോൾ എമൗണ്ട് ഓഫ് സ്റ്റീലും ഡെപ്തും കുറവ് വരുന്നത് ടു വേ സ്ലാബ്സിനാണ്. ഓക്കെ, ഇനി നമ്മൾ സിലബസ് കണ്ട പോലെ തന്നെ ടു വേ സ്ലാബ്സിന് രണ്ട് ടൈപ്പ് സ്ലാബുകളുണ്ട്. ഒന്ന് സിംപ്ലി സപ്പോർട്ടർ ഓർ അൺറീസ്ട്രെയിൻഡ് സ്ലാബ്സ്, മറ്റത് റീസ്ട്രെയിൻഡ് സ്ലാബ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ടു വേ സ്ലാബ്സ് എന്താണ്? അത് അതിന്റെ സപ്പോർട്ട് കണ്ടീഷൻ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ എന്നല്ല, രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് സിംപ്ലി സപ്പോർട്ടഡ് ഓർ അൺറീസ്ട്രെയിൻഡ് സ്ലാബ്സ് അല്ലെങ്കിൽ റീസ്ട്രെയിൻഡ് സ്ലാബ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് സിംപ്ലി സപ്പോർട്ടഡ് ഓർ അൺറീസ്ട്രെയിൻഡ് സ്ലാബ്സ്? ഇതാണ് ഈ പിക്ചറിൽ കാണുന്ന പോലെയാണ് സിംപ്ലി സപ്പോർട്ടഡ് അല്ലെങ്കിൽ അൺറീസ്ട്രെയിൻഡ് സ്ലാബ്സിന്റെ കേസ് വരുന്നത്. ഓക്കെ, അതായത് ഇതിന്റെ കോർണേഴ്സ് എന്തല്ല ഫിക്സഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരു സപ്പോർട്ടിന്റെ മുകളിൽ ഒരു ടു വേ സ്ലാബ് ജസ്റ്റ് പ്ലേസ് ചെയ്യുന്നുള്ളൂ. സ്ലാബ്സ് ഇൻ വിച്ച് കോർണേഴ്സ് ആർ നോട്ട് പ്രിവെന്റഡ് ഫ്രം ലിഫ്റ്റിംഗ്, അതായത് കോർണേഴ്സ് പ്രിവെന്റ് ചെയ്തിട്ടില്ല ലിഫ്റ്റ് ചെയ്യുന്നതിന്. ഇതിനെയാണ് സിംപ്ലി സപ്പോർട്ടഡ് ഓർ അൺറീസ്ട്രെയിൻഡ് സ്ലാബ്സ് എന്ന് പറയുന്നത്. നോർമലി ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ കാണുന്ന ടേം എന്ന് പറയുന്നത് സ്ലാബ് വിത്ത് കോർണേഴ്സ് നോട്ട് ഹെൽഡ് ഡൗൺ, സ്ലാബ് വിത്ത് കോർണേഴ്സ് നോട്ട് ഹെൽഡ് ഡൗൺ എന്നാണ്
സ്പെസിഫൈ ചെയ്യാറ്. റിക്വയർസ് തിക്കർ സ്ലാബ് ദാൻ റീസ്ട്രെയിൻഡ് സ്ലാബ്സ്. റീസ്ട്രെയിൻഡ് സ്ലാബ്സിനേക്കാളും തിക്കർ ആയിട്ട് സ്ലാബ് വേണം. കാരണം എന്താ? ഇതിന് എക്സ്ട്രാ സപ്പോർട്ട് ഇല്ല. ഈ ഒരു ടൈപ്പ് സ്ലാബുകളൊന്നും നമ്മളെ നോർമൽ ലൈഫിൽ കാണാറില്ല. ഇത് ആക്ച്വലി ഒരു സപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ കാണാറുണ്ട്. ഏത് കേസ് പോലെ നമ്മൾ ചില ടാങ്കുകളൊക്കെ ഉണ്ടാക്കാറില്ലേ വീട്ടിന് പുറത്ത്, സെപ്റ്റി ടാങ്കുകൾ പോലത്തെ, സെപ്റ്റി ടാങ്ക് അല്ല ആക്ച്വലി, ചെറിയ കുഴി എടുത്തിട്ട് വെറുതെ ജസ്റ്റ് സ്ലാബ് വെക്കാറില്ലേ, ആ ടൈപ്പ് സ്ലാബുകൾ. അതിൽ 2 വേ ആണെങ്കിൽ, ആ സ്ലാബ് 2 വേ ആണെങ്കിൽ, അതായത് ലെങ്ത്തും എടുത്ത് നോക്കുമ്പോൾ 2 വേ ആണെങ്കിൽ, അതായത് 4 സൈഡും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബീമിന്റെ കൂടെ അല്ല കാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ദേ ആർ നോട്ട് കാസ്റ്റ് അലോങ് വിത്ത് ദ ബീം, അല്ലെങ്കിൽ ആ ടൈപ്പ് സ്ലാബ്സ് എന്താണ്? സിംപ്ലി സപ്പോർട്ട് അൺറെസിസ്റ്റൻസ് സ്ലാബ്സ് ആണ്. പക്ഷേ ഒരു ബിൽഡിങ്ങിന്റെ കേസിൽ വലിയ സ്ലാബുകൾ വരുന്ന സമയത്ത് അത് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറില്ല, സപ്പോർട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ജസ്റ്റ് വെറുതെ കൊണ്ടുവെക്കാറില്ല. അത് ബീമിന്റെ കൂടെ മോണോലിത്തിക് ആയിട്ട് കാസ്റ്റ് ചെയ്യാണ് ചെയ്യാറ്. അതെല്ലാം റീസ്ട്രെയിൻഡ് സ്ലാബ്സ് ആണ് വരിക. അൺറീസ്ട്രെയിൻഡ് ആയിട്ടുള്ള സിംപ്ലി സപ്പോർട്ടർ ആയിട്ടുള്ള സ്ലാബ്സ് വരുന്നത് ഈ കേസാണ്. ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ 4 സൈഡും ഒരു അല്ലെങ്കിൽ മാസണറിയോ എനിത്തിങ് അത് ചെയ്തിട്ട് അതിന് മുകളിൽ ജസ്റ്റ് സ്ലാബ് പ്ലേസ് ചെയ്തിട്ടാണ്. ഇത് സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ഇത്രയൊന്നും സാഗ് വരില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിച്ചാൽ മാത്രം. ഇതാണ് സിംപ്ലി സപ്പോർട്ടർ അല്ലെങ്കിൽ അൺറീസ്ട്രെയിൻഡ് സ്ലാബ്സ്. ഇതിന്റെ ഡിസൈൻ റീസ്ട്രെയിൻഡ് സ്ലാബ്സിനേക്കാളും തിക്കർ ആയിരിക്കും. കാരണം എന്താ? ഇത് കുറച്ചുകൂടി തിക്കർ ആയിട്ടുള്ള സ്ലാബ് കാസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്റെ ഈ ലിഫ്റ്റിംഗ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിന് വേറെ എക്സ്ട്രാ സപ്പോർട്ടോ ഫിക്സിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് തിക്കർ സ്ലാബ്സ് വേണ്ടി വരും. ഇനി എന്താണ് റീസ്ട്രെയിൻഡ് സ്ലാബ്സ്? സ്ലാബ്സ് ഇൻ വിച്ച് corners are prevented from lifting. Slab with corners held down requires thinner slabs. Okay. ഈ കേസിൽ അതായത് കോർണേഴ്സ് പ്രിവെന്റഡ് ഫ്രം ലിഫ്റ്റിംഗ്, നമ്മൾ നോർമൽ കേസിലുള്ള ഒരു സ്ലാബ് ബീം, ആ സ്ലാബ് എന്തായിരിക്കും? 2 വേ സ്ലാബ് ആണെങ്കിൽ ആ സ്ലാബും ബീമും ഒരുമിച്ചായിരിക്കും കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ സ്ലാബും ബീമും ആ സ്ലാബും ബീമും ഒരുമിച്ചായിരിക്കും കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്താണ്? കോർണേഴ്സ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. സ്ലാബ് വിത്ത് കോർണേഴ്സ് ഹെൽഡ് ഡൗൺ. കമ്പാരിറ്റീവ്ലി സിംപ്ലി സപ്പോർട്ടഡ് 2 വേ സ്ലാബ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ തിന്നർ സ്ലാബ്സ് ആണ്. ഇനി ഇവിടെ എക്സ്ട്രാ ഒരു ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോർണേഴ്സ് ടു പ്രിവെന്റ് ക്രാക്കിംഗ് ഓഫ് കോർണേഴ്സ്. അതായത് എക്സ്ട്രാ ഫിക്സിറ്റി ഉള്ളതുകൊണ്ട്, അതായത് ഇതിന്റെ കോർണറുകൾ 4 സൈഡും പിടിച്ചു വെച്ച പോലെയാണ് താഴോട്ട്. അല്ലെങ്കിൽ വേറെ ഒരു കേസ് കൂടെ ഉണ്ട്, പറഞ്ഞുതരാം. അപ്പോൾ ഈ കോർണേഴ്സ് പിടിച്ചു വെച്ച പോലെ ആയതുകൊണ്ട് സെന്ററിൽ ലോഡ് വരുമ്പോൾ സൈഡ് ക്രാക്ക് ചെയ്യാൻ, കോർണറുകൾ ക്രാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് സ്പെഷ്യൽ ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് കോർണറിൽ. അത് ഡിസൈനിൽ വരും. ഇനി എങ്ങനെയാണ് റീസ്ട്രെയിൻഡ് ആവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കോർണേഴ്സ് ഹെൽഡ് ചെയ്യുന്നത്? 2 ടൈപ്പ് ഉണ്ട്. 2 രീതിയിൽ നമുക്ക് കോർണേഴ്സ് എന്ത് ചെയ്യാം? ലിഫ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യാം. അത് എങ്ങനെയാണെന്നുള്ളതാണ്. എങ്ങനെയാണ്? there are 2 ways to provide fixity. Slab is simply supported on 4 edges by beams. Beams and slabs are cast monolithically. ഇതാണ് നമ്മൾ പറഞ്ഞത്. സ്ലാബ്സിന്റെ 4 സൈഡും എന്തുണ്ട്? ബീമുകൾ ഉണ്ട്. ആ ബീമും സ്ലാബും എന്ത് ചെയ്യാണ്? ഒറ്റ സ്ട്രക്ചറിലാണ് കാസ്റ്റ് ചെയ്യുന്നത്. അതായത് ബീമും സ്ലാബും ഷട്ടർ ചെയ്തിട്ട് ഫോം വർക്ക് ചെയ്തിട്ട് ഒറ്റ റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്ത് ഒരുമിച്ച് കാസ്റ്റ് ചെയ്യും, മോണോലിത്തിക് ആയിട്ട് കാസ്റ്റ് ചെയ്യും. ഇതിന് അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യും? ഇവരുടെ 2 വേ സ്ലാബ്സിന് ഫിക്സിറ്റി കിട്ടും. അതായത് കോർണേഴ്സ് ഹെൽഡ് ഡൗൺ എന്ന കേസ് ആവും. അല്ലെങ്കിൽ അടുത്ത കേസ് എന്താ? സ്ലാബ് is supported on all 4 edges by walls and there are superstructure walls above the slab. അതായത് താഴെ ഒരു ചുമരുണ്ട്, മേലെ സ്ലാബ് പ്ലേസ് ചെയ്തു. ചുമരും സ്ലാബുമായിട്ട് എന്ത് ചെയ്യില്ല, കാസ്റ്റ് ചെയ്യുന്ന സെയിം അല്ല. കാരണം താഴെ മാസണറി വാളാണ്, സ്ലാബ് കോൺക്രീറ്റ് ആണ്. എന്നാൽ അതിന്റെ മുകളിലോട്ടും സെയിം അലൈൻമെന്റിൽ തന്നെ വാളുണ്ട്. നമ്മൾ സാധാ വീടുകളൊക്കെ കാണുന്ന വയസ്സിൽ അപ്സ്റ്റെയറുള്ള വീടുകളിലെ. അപ്പൊ മുകളിൽ വീണ്ടും വാളുണ്ടെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. മുകളിൽ വീണ്ടും വാളുകൾ ഉണ്ടാവുമ്പോൾ അത്
ഇതിനെ പിടിച്ചു വെച്ച പോലെ കോർണേഴ്സ് എന്ത് ചെയ്യില്ല, ഫ്രീ ആയില്ല. ഇപ്പൊ ഒരു പിക്ചറിൽ ഈ ഒരു കേസിൽ ഇതിന്റെ താഴെയുള്ള വാള് പോലെ തന്നെ മുകളിലോട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ കോർണേഴ്സ് ഇങ്ങനെ ലിഫ്റ്റ് ആവില്ല അല്ലേ? അതാണ് ആ കേസ്. അങ്ങനെയാണ് രണ്ട് ടൈപ്പ് ഫിക്സിറ്റി കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ കൺട്രോൾ ഓഫ് ഡിഫ്ലക്ഷൻ ഓൺ ടു വേ സ്ലാബ്സ്. വൺ വേ സ്ലാബിന്റെ LY ബേസിക് L effective y depth റേഷ്യോ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് കാൻഡിലിവറിന് 7, സിംപ്ലി സപ്പോർട്ടഡ് 20, കണ്ടിന്യൂസ് 26, 7, 20, 26. അതുപോലെ തന്നെ ടു വേ സ്ലാബ്സിന്റെ വാല്യൂ ആണ് ഇത്. ആസ് പെർ IS 456 2000 പേജ് 39 ആണ്. നമുക്ക് ആ പേജ് ഒന്ന് കാണാം. ഈ ഒരു പോർഷനിലാണ് അത് വരുന്നത്. നിങ്ങൾക്ക് IS കോഡിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയില്ല, അതൊന്ന് വായിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില കാര്യങ്ങളിൽ പലയിടത്തായിട്ട് ചെറിയ വേർഡിങ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിന് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ടാബുലർ ഫോമിലൊക്കെ മാറ്റിയിരുന്നത്. എങ്കിലും നിങ്ങൾ IS കോഡിന് ഫെമിലിയർ ആവണം, ആ പേജുകൾ ഫെമിലിയർ ആവണം. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ആ പേജ് നമ്പർ ഓർമ്മ ഉണ്ടായി കഴിഞ്ഞാൽ പല ആൻസറുകളും അതിൽ തന്നെ എടുത്ത് എഴുതാൻ പറ്റും. ഈ ഒരു പോർഷൻ ആണ് അത് വരുന്നത്. ഫോർ സ്ലാബ് സ്പാനിങ് ഇൻ 2 direction, the shorter of the 2 spans should be used for calculating span effective depth ratio. For two-way slabs, shorter of span up to 3.5 with mildly steel reinforcement, the span to overall depth ratio is given below by generally assumed to be satisfy the vertical deflection limits for loading class up to 3 kN/m². Simply supported 35, continuous slab 40. ഇവിടെ പറഞ്ഞത് ഇതാണ്. ബേസിക് L effective by depth ratio ആണ്. അതായത് 3.5 മീറ്റർ സ്പാനും 3 kN/m² ലൈവ് ലോഡ് ഉള്ള കേസിലാണ് ഇത് വരുന്നത്. ഇത് തന്നെ മൈൽഡ് സ്റ്റീൽ ബാറിനും നിങ്ങൾക്കറിയാം, മൈൽഡ് സ്റ്റീൽ ബാറിനും ഹൈ ഈൽഡ് സ്ട്രെങ്ത് ബാറിനും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ സെപ്പറേറ്റ് വാല്യൂ അവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ ഇവിടെ ഒരു ക്ലോസ് പറയുന്നുണ്ട്. ഫോർ ഹൈ സ്ട്രെങ്ത് deformed bars of grade FE 415, the values given above should be multiplied by 0.8. ഈ വാല്യൂസിനെ 0.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 0.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂസ് ആണ് ഇത്. 35 into 0.8 is 28, 40 into 0.8 is 32. ഓക്കെ, അതാണ് ഈ ടാബിള്. നോർമലി ഡിസൈൻ പർപ്പസിന് ആക്ച്വലി നമ്മൾ ഇത് അത്ര യൂസ് ചെയ്യാറില്ല. കാരണം ഇതിലൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, 3.5 മീറ്റർ ആൻഡ് ലൈവ് ലോഡ് 3 kN/m². നോർമലി നമ്മള് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ 3.5 മീറ്ററിനേക്കാളും വലിയ സ്പാൻ ആയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാന്നുള്ളത് ഇതിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വാല്യൂ അസ്യൂം ചെയ്യാണ് ചെയ്യുക, നോർമലി 28 ഓർ സംതിങ്. ഓക്കെ, എന്നാലും ഈ ടാബിൾ അറിഞ്ഞിരിക്കുക, ചിലപ്പോൾ എക്സാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഡിസൈൻ സ്റ്റെപ്സ് നമുക്കറിയാം, വൺ വേ സ്ലാബ്സിൽ ചെയ്ത പോലത്തെ ഡിസൈൻ സ്റ്റെപ്പുകൾ തന്നെയുള്ളൂ. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. കാൽക്കുലേഷൻ ഓഫ് ലോഡ്, കാരണം ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സ് എല്ലാം മാറും, കാരണം സപ്പോർട്ട് കണ്ടീഷൻസ് മാറി. അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ചെക്ക് വെദർ വൺ വേ ഓർ ടു വേ, അസ്യൂം an L/D ratio and calculate depth, calculation of effective span, calculation of load, check whether section is over reinforced or under reinforced, determination of area of steel. ഇനി എക്സ്ട്രാ ഒരു കോർണേഴ്സ് ഹെൽഡ് ഡൗൺ ആണെങ്കിൽ ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ് അറ്റ് കോർണേഴ്സ് എന്നുള്ള പോയിന്റ് കൂടെ എക്സ്ട്രാ വരും. ചെക്ക് ഫോർ ഷിയർ, ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ആൻഡ് ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത്. ഓൾ ദി ചെക്സ് ആർ. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരു പോയിന്റ് കൂടെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഈ അവസാനം വരുന്ന 3 ചെക്കുകൾ ആക്ച്വലി ഷിയറിന്റെ ചെക്കും ഡിഫ്ലക്ഷന്റെ ചെക്കും ഡെവലപ്മെന്റ് ലെങ്ത് ചെക്കും നിങ്ങൾ നോർമലി L/D അസ്യൂം ചെയ്ത് ചെയ്യുമ്പോൾ ചെക്ക് എല്ലാം ഓക്കെ ആവും. ഇൻ കേസ് നിങ്ങൾക്ക് എക്സാമിൽ നിങ്ങൾ ഡിസൈൻ എല്ലാം ചെയ്തു, ചെക്കിന് സമയം കിട്ടില്ല എന്ന് വിചാരിക്കാം, ജസ്റ്റ് ആ സ്റ്റെപ്പുകളെങ്കിലും എഴുതി വെക്കുക. ആ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും സ്റ്റെപ്പുകൾ എഴുതി വെച്ചിട്ട്, ഇപ്പൊ ചെക്ക് ഫോർ ഷിയർ ആണെങ്കിൽ നിങ്ങൾ ചെക്ക് ഫോർ ഷിയർ എന്ന് എഴുതുക. നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് ഒന്ന് എഴുതിട്ടോ, ഈഡൻ ടോസിയുടെ ഇക്വേഷൻസ് എഴുതുക. എന്നിട്ട് ചെക്ക് ഫോർ ഷിയർ ഇസ് ഓക്കെ, അല്ലെങ്കിൽ നോർമലി സ്ലാബ്സ് ആർ നോട്ട് പ്രൊവൈഡ് ഹാവിംഗ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് ചെക്ക് ഫോർ റീഇൻഫോഴ്സ്മെന്റ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഈസ് ഓക്കെ, ചെക്ക് ഫോർ ഷിയർ ഓക്കെ എന്ന് എഴുതി ആ സ്റ്റെപ്പുകളെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് നിങ്ങൾക്ക് മാർക്ക് ഫുൾ മാർക്ക് ചിലപ്പോൾ എക്സാമിനർ പ്രൊവൈഡ് ചെയ്യും. കാരണം അത്ര ഡീറ്റെയിൽ ആയിട്ട് ആ ചെക്കുകൾ ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. ബാക്കിയുള്ള സ്റ്റെപ്പുകളാണ്, ബാക്കിയുള്ള അതിന് മുകളിലോട്ടുള്ള ഡിസൈൻ സ്റ്റെപ്പുകളാണ് ഇമ്പോർട്ടൻ്റ്. ചെക്കുകൾ മസ്റ്റ് ആണ്. ആ പോയിന്റ് അതിന്റെ സ്റ്റെപ്പിന്റെ ഹെഡിങ് എങ്കിലും വേണം. ഓക്കെ, ഇനി എന്താണ്
2 വേ സ്ലാബ്സിൽ വരുന്ന വ്യത്യാസം. 2 വേ സ്ലാബ്സിൽ എങ്ങനെ ബെൻഡിങ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം? ഇതിന് നമുക്ക് IS 456ന്റെ സഹായമുണ്ട്. പേജ് 90 and 91. ഈ 90, 91ലാണ് ട്ടോ സ്ലാബ് സ്പാനിങ് 2 വേ സ്ലാബ്സിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഈ പേജ് 2 പേജിലാണ് പറയുന്നത്. ഈ പേജ് എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ വായിക്കണം. വളരെ കുറഞ്ഞ ഏരിയയേ ഉള്ളൂ. മറ്റുള്ള ബീംസിന്റെ ഡിസൈൻ പോലെയല്ല. കുറഞ്ഞ പേജുകളിൽ കവർ ചെയ്താൽ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതാണ് സ്ലാബ് സ്പാനിങ് ഇൻ 2 ഡയറക്ഷൻ. നമ്മൾ പറഞ്ഞു 2 വേ സ്ലാബ്സ് 2 ടൈപ്പ് ഉണ്ട്. റീസ്ട്രെയിൻഡ് ഉണ്ട്, അൺറീസ്ട്രെയിൻഡ് അല്ലെങ്കിൽ സിംപിൾ സപ്പോർട്ടഡ് ഉണ്ട്. റീസ്ട്രെയിൻഡ് സ്ലാബ്സിനെ കുറിച്ചാണ് ഇതിൽ ഫസ്റ്റ് പറയുന്നത്. അതിൽ ഓരോ ക്ലോസുകളും അതിനെ കുറിച്ചാണ്. അതിൽ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേഷൻ പറയുന്നുണ്ട്. mx ഈക്വൽ ടു ആൽഫ എക്സ് ഇൻറ്റു ഡബ്ല്യു എൽ എക്സ് സ്ക്വയർ. നമുക്ക് WL²/8 എന്നോ അല്ലെങ്കിൽ WL²/2, WL/4 ആ രീതിയിലുള്ള വാല്യൂസ് എടുക്കാൻ പറ്റില്ല. കാരണം എഡ്ജ് കണ്ടീഷൻസ് മാറി, സപ്പോർട്ട് കണ്ടീഷൻസ് മാറി. അതുകൊണ്ട് കോഡ് itself provides some equation. Okay, and alpha x into w into lx square. ഇവിടെ ആൽഫ എക്സ് എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ആണ്. ആ കോഎഫിഷ്യന്റ് വാല്യൂസ് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും. ടേബിൾ 26. ഈ ടേബിളിൽ നിന്നാണ് കോഎഫിഷ്യന്റിന്റെ വാല്യൂസ് കിട്ടുന്നത്. നമുക്ക് ആ ടേബിളിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ടേബിളിലാണ് ആൽഫ എക്സിന്റെ വാല്യൂ കിട്ടുന്നത്. ഇനി W എന്ന് പറയുന്നത് യൂണിറ്റ് ലോഡ്, ലോഡ് പെർ മീറ്റർ ലെങ്ത്. LX എന്ന് പറയുന്നത് ഷോർട്ടർ ഡയറക്ഷനിലെ ലെങ്ത്. ഇനി ഈ ഇക്വേഷന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കണം. My ഇത് mx എന്ന് പറഞ്ഞാൽ എന്താണ്? X ഡയറക്ഷനിലുള്ള മാക്സിമം ബെൻഡിങ് മൊമെന്റ്. My എന്ന് പറയുന്നത് എന്താണ്? ആൽഫ y ഇൻറ്റു W ഇൻറ്റു LX സ്ക്വയർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൽഫ y ഓക്കെ, ഇവിടെയും LX എന്ന് തന്നെയാണ് ടേം ഉള്ളത്, LY അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് My എന്ന് പറയുന്നത് ലോങ്ങർ ഡയറക്ഷൻ. ഇവിടെ രണ്ട് ഡയറക്ഷനിലും ബെൻഡിങ് നടക്കുന്നുണ്ട്. അപ്പൊ രണ്ട് ഡയറക്ഷനിലും മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ കേസിൽ 1 വേ സ്ലാബിന്റെ കേസിൽ ഷോർട്ടർ ഡയറക്ഷനിലാണ് ബെൻഡിങ് നടക്കുന്നത്. ആ ഒരു ഡയറക്ഷനിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, മാക്സിമം ബെൻഡിങ് മൊമെന്റ് എല്ലാം കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇവിടെ രണ്ട് ഡയറക്ഷനിലും ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. രണ്ട് ഡയറക്ഷനിലും സ്റ്റീൽ റീൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ വരുന്ന മാറ്റങ്ങൾ. ഇനി അപ്പോൾ നമ്മൾ റീസ്ട്രെയിൻഡ് സ്ലാബ്സ് പറഞ്ഞു. ഇനി അൺറീസ്ട്രെയിൻഡ് സ്ലാബ്സ് അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്സ്. ഇതാണ് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്സ്. അടുത്ത ക്ലോസ് ആയിട്ട് D2 എന്ന ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. സിംപ്ലി സപ്പോർട്ടഡിന്റെ കേസിൽ എങ്ങനെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാം നമ്മൾ പറയുന്നുണ്ട്. അതും സെയിം ഇക്വേഷൻ തന്നെയാണ്. mx ഈക്വൽ ടു ആൽഫ എക്സ് ഇൻറ്റു WLX സ്ക്വയർ ആൻഡ് my ഈക്വൽ ടു ആൽഫ y ഇൻറ്റു WLX സ്ക്വയർ. ഇവിടെയും LX തന്നെയാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഷോർട്ടർ ഡയറക്ഷനിലെ ലെങ്ത് മാത്രമേ രണ്ട് ഇക്വേഷനിലും കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനി സിംപ്ലി സപ്പോർട്ടഡിന്റെ കേസിൽ ആൽഫ എക്സും ആൽഫ വൈക്കും വേറെ ടേബിളാണ്. അതാണ് ടേബിൾ 27. അവിടെ ഈ ചെറിയ ടേബിളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. നമുക്ക് എങ്ങനെ അതിന് വാല്യൂസ് എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൽ വരുന്ന ടേംസ് നമുക്ക് പറയാം. LY/LX ഉണ്ട് മേലെ ടോപ്പ് കോർണറിൽ. പിന്നെ ആൽഫ എക്സും ആൽഫ വൈയും ആണ്. ഓരോ LY/LXനും LY/LXന്റെ റേഷ്യോ <2 അല്ലെ? ആ 2വിനേക്കാൾ കുറവ് വരുന്ന പോർഷൻസിൽ ഇതിന്റെ വാല്യൂസ്, ആൽഫ എക്സിന്റെയും ആൽഫ വൈയുടെയും വാല്യൂസ് ആണ് ആക്ച്വലി ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സ്ലൈഡിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ആ ടാബ്, ഞാൻ ആ IS കോഡിലെ പേജ് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എടുത്തത്. എല്ലാം സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആസ് പെർ IS 456/2000 പേജ് 90-91 ഫോർ അൺറീസ്ട്രെയിൻഡ് സ്ലാബ്സ്, അതായത് സിംപ്ലി സപ്പോർട്ടർ ആയിട്ടുള്ള സ്ലാബ്സിന് കോർണേഴ്സ് ഫ്രീ ടു ലിഫ്റ്റ്, നോട്ട് ഹെൽഡ് ഡൗൺ ആയിട്ടുള്ള സ്ലാബുകൾക്ക് mx ഈക്വൽ ടു ആൽഫ എക്സ് ഇൻ WLX സ്ക്വയർ my ഈക്വൽ ടു ആൽഫ വൈ ഇൻ WLX സ്ക്വയർ. ഇവിടെ വ്യത്യാസം ടേബിൾ ആൽഫ എക്സിന്റെയും ആൽഫ വൈയുടെയും വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആൽഫ എക്സ് ആൽഫ വൈയും കൊടുത്തിട്ടുള്ളത് ടേബിൾ 27 ആണ്. mx and my are moments on strips of unit width spanning. അതായത് നമുക്കറിയാം നമ്മൾ എടുക്കുന്നത് സ്ലാബ് ഈസ് ബീം ഓഫ് യൂണിറ്റ് വിഡ്ത്ത് ആണ്. യൂണിറ്റ് വിഡ്ത്തിലുള്ള സ്ലാബ്സ് ആണ്. LX and LY respectively. W total design load per unit area. LX and LY equal to length of shorter span and longer span respectively. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ടേബിൾ 27 ഇവിടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്.
ജസ്റ്റ് ഒന്ന് bending moment coefficient for slab spanning in two direction at right angle simply supported on four sides. സിംപ്ലി സപ്പോർട്ടർ ആണ് ആ കേസിൽ ഓരോ Ly/Lx കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ എക്സും ആൽഫ വൈയും ടേബിൾ 27 കൊടുത്തിട്ടുണ്ട്. ഇനി ഫോർ റീസ്ട്രെയിൻഡ് സ്ലാബ്സ് ആണെങ്കിൽ എന്താണ് മാറ്റം? സെയിം ഇക്വേഷൻ തന്നെയാണ്, മാറ്റം ഈ ടേബിളിൽ മാത്രമാണ്. ഈ ടേബിളിൽ നിന്ന് എങ്ങനെ വാല്യൂ കിട്ടുക എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഈ ടേബിൾ 27 എടുത്തു കഴിഞ്ഞാൽ ടേബിൾ 26 എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ടേബിൾ 27 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 26 നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്. ഇവിടെ ടൈപ്പ് ഓഫ് പാനൽ ആൻഡ് മൊമെന്റ്സ് കൺസിഡർ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഇവിടെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഇന്റീരിയർ പാനൽ, വൺ ഷോർട്ട് എഡ്ജ് കണ്ടിന്യൂസ്, വൺ ലോങ് എഡ്ജ് കണ്ടിന്യൂസ്, ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഇതാണ് ഡിഫറെന്റ് എൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്ന കേസ്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് ആദ്യം അറിഞ്ഞെങ്കിൽ ഈ വാല്യൂ ടേബിളിൽ നിന്ന് വാല്യൂ പുട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഷോർട്ട് സ്പാൻ കോഎഫിഷ്യന്റ് ആൽഫ എക്സിന് കിട്ടണമെങ്കിൽ ഒരുപാട് Ly/Lxന്റെ വാല്യൂകൾ ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫ എക്സിന്റെ വാല്യൂ ഉണ്ട്. പക്ഷേ ആൽഫ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് Ly/Lxനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ ജസ്റ്റ് ആൽഫ വൈയുടെ വാല്യൂ ഒറ്റ കോളത്തിൽ മാത്രമേ ഇതിലുള്ളൂ. ഓക്കെ, ഇതാണ് bending moment coefficient for restrained slabs. ഇനി എന്താണ് ആ എൻഡ് കണ്ടീഷൻസ്? അതാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഡിഫറെന്റ് എഡ്ജ് കണ്ടീഷൻസ് ഓഫ് എ ടു വേ സ്ലാബ്സ്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇതൊരു ബിൽഡിങ്ങിന്റെ ഫ്ലോറോ ആണെന്ന് വിചാരിക്കുക. ഒരു ഫ്ലോറോ റൂഫ് എന്തോ. ഇതിൽ കാണുന്ന ഓരോ സംഭവങ്ങളും ഓരോ സ്ലാബുകളാണ്. ഈ ലൈൻ ഇട്ടേക്കുന്നത് ബീമാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഓരോ എഡ്ജ് കണ്ടീഷൻസിനും അനുസരിച്ച് ഇതിൽ വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ആ ടേബിളിൽ വരുന്നത് ഇന്റീരിയർ പാനലാണ്. നമ്മൾ ആ ടേബിളിനെ ബേസ് ചെയ്തല്ല പറയുന്നതെങ്കിലും ടേബിളിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ ഇതുകൂടെ അറിയണം. നമുക്ക് ഡിഫറെന്റ് എഡ്ജ് കണ്ടീഷൻസ് ഓഫ് എ ടു വേ സ്ലാബ്സ് എന്ന് ചോദിച്ചാൽ ഇതാണ് ആക്ച്വലി എഴുതാനുള്ളത്. എന്താണ് ഇന്റീരിയർ പാനൽ? ഇത് സ്കീമാറ്റിക് ഡയഗ്രാം വരച്ച് തന്നെ നിങ്ങൾ എക്സാമിന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇന്റീരിയർ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ 1 എന്ന് കാണിച്ചാണ് ഇന്റീരിയർ പാനൽ. അതിന്റെ 4 സൈഡിലോട്ടും എന്താണ്? കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത സ്ലാബുകൾ ഉണ്ട്. 4 സൈഡിലോട്ടും, ഈ സൈഡിലോട്ടുണ്ട്, ഈ സൈഡിലോട്ടുണ്ട്, ഈ സൈഡിലോട്ടുണ്ട്, ഈ സൈഡിലോട്ടുണ്ട്. അപ്പൊ ഇന്റീരിയർ ആയിട്ട് ഇൻസൈഡ് ആയിട്ട് വരുന്ന പാനലാണ് ഇന്റീരിയർ പാനൽ. ഈ സ്ലാബ് 1 എന്ന് പറയുന്ന സ്ലാബ് എന്താണ്? ഇന്റീരിയർ ആണ്. ഇനി 2, വൺ ഷോർട്ട് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ്. വൺ ഷോർട്ട് എഡ്ജ് മാത്രം, ഒരു ഷോർട്ട് എഡ്ജ് മാത്രം ഡിസ്കണ്ടിന്യൂസ്. നമുക്കറിയാം ഈ 2 എന്ന സ്ലാബ് എടുത്തു കഴിഞ്ഞാൽ ഇതിലെ ഷോർട്ട് എഡ്ജ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് കണ്ടിന്യൂസ് അല്ല, ഇവിടെ ഫ്രീ ആണ്. ബാക്കി എല്ലാ സൈഡും കണ്ടിന്യൂസ് ആണ്. ഈ 2ഉം എന്താണ്? ബാക്കി എല്ലാ സൈഡും കണ്ടിന്യൂസ് ആണ്, ഈ സൈഡ് ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇതിൽ വൺ ഷോർട്ട് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള 2 കേസ് ഉണ്ട്. അതാണ് 2 എന്ന് നോട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി വൺ ലോങ് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ്. ലോങ് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് അതായത് ഏതാണ്? നേരെ ഓപ്പോസിറ്റ് വരുന്ന 3. ഇതിൽ ഈ ലോങ് എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. ബാക്കിയെല്ലാം കണ്ടിന്യൂസ് ആണ്. ഇത് 3യുടെ കേസ്. ഓക്കെ, വൺ ലോങ് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ്. 2 അഡ്ജസന്റ് എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്. നമുക്കറിയാൻ പറ്റും കോർണേഴ്സ് വരുന്നത് 2 അഡ്ജസന്റ് ആയിട്ടുള്ള എഡ്ജസ്, ഏതെങ്കിലും എഡ്ജസ് രണ്ടും അടുത്തടുത്ത് വരുന്ന എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്. അതാണ് 4 വരുന്നത്. ഓക്കെ, 2 അഡ്ജസന്റ് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ, ഇനി ഇതിന്റെ കേസിൽ ഒരു കാര്യം പറയാനുള്ളത്, ഹൈസ്കൂളിൽ കൊടുത്ത ഒരു ചെറിയൊരു പോർഷൻ തെറ്റുണ്ട്. അത് ഏതാണെന്നുള്ളത് ആ ഡയഗ്രം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇന്റീരിയർ പാനൽ കഴിഞ്ഞിട്ട് വൺ ഷോർട്ട് എഡ്ജ് കണ്ടിന്യൂസ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തിരുത്തണം, അത് ഡിസ്കണ്ടിന്യൂസ് ആണ്. ആക്ച്വലി ഡിസ്കണ്ടിന്യൂസ്, വൺ ഷോർട്ട് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ആണ്. ബാക്കിയെല്ലാം ഓക്കെ.
അപ്പോൾ ഇന്റീരിയർ പാനൽ പറഞ്ഞു വൺ ഷോർട്ട് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ്, വൺ ലോങ് എഡ്ജ് കണ്ടിന്യൂസ്, ടു അഡ്ജസന്റ് എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്. അപ്പോൾ ഇതിലുള്ള ഇങ്ങനെ ഒരു 9 സ്ലാബുകൾ, ആ 9 സ്ലാബുകളിലുള്ള കണ്ടീഷൻസ് നമ്മൾ എഡ്ജ് കണ്ടീഷൻസ് പറഞ്ഞു. ഇനി അതിൽ വരുന്ന ബാക്കി കണ്ടീഷൻസ് കൂടെ നോക്കാം. ഇതില് ടു ഷോർട്ട് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ്, രണ്ട് ഷോർട്ട് എഡ്ജ് മുകളിൽ വരുന്നത് മിസ്റ്റേക്ക് ആയിട്ട് വന്നതാണ്. ഓക്കെ, ടു ഷോർട്ട് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ്. ഈ 5 എന്ന് പറയുന്ന സ്ലാബ് നോക്കാം, രണ്ട് ഷോർട്ട് എഡ്ജുകൾ. ഇങ്ങനെയാണ് സ്ലാബ് വരുന്നെങ്കിൽ, ലെങ്തി ആയിട്ട് സ്ലാബ് പോവാണ്, അപ്പുറം ഇപ്പുറം സ്ലാബുകൾ ഇല്ല എങ്കിൽ ടു ഷോർട്ട് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ്, ഈ സൈഡും എന്താണ്, ഡിസ്കണ്ടിന്യൂസ് ആണ്. അതാണ് ഈ കേസ്. ടു ലോങ് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ്, ലോങ് എഡ്ജ് നേരെ തിരിച്ചാണ് സ്ലാബ് വരുന്നെങ്കിൽ, ഇതാണ് ലോങ് എഡ്ജ് അല്ലെ, ഇതിന്റെ അപ്പുറം ഡിസ്കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് വേറൊരു കേസാണ്. ഇനി 3 എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ്, 3 എഡ്ജും ഡിസ്കണ്ടിന്യൂസ്, 1 ലോങ് എഡ്ജ് കണ്ടിന്യൂസ്. 3 എഡ്ജും ഡിസ്കണ്ടിന്യൂസ് ആണ്, മാത്രമല്ല അതിൽ ഒരു ലോങ് എഡ്ജ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ആ കേസാണ് ഇത്. കണ്ടല്ലോ, 3 എഡ്ജസ്, ഈ 3 എഡ്ജും ഡിസ്കണ്ടിന്യൂസ് ആണ്, പക്ഷേ ഈ ലോങ് എഡ്ജ് എന്താണ്, കണ്ടിന്യൂസ് ആണ്. അതാണ് 7 എന്ന് പറഞ്ഞ കേസ് വരുന്നത്. ഇനി 8, 3 എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ബട്ട് 1 ഷോർട്ട് എഡ്ജ് കണ്ടിന്യൂസ്. 3 എഡ്ജ് ഡിസ്കണ്ടിന്യൂസ്, അതായത് 8 നോക്കാം, ഈ 3 എഡ്ജും ഡിസ്കണ്ടിന്യൂസ് ആണ്, പക്ഷെ ഇതിലെ ഷോർട്ട് എഡ്ജ് കണ്ടിന്യൂസ് ആണ്. അതാണ് 8 എന്ന് പറയുന്ന കേസ് വരുന്നത്. ഇനി അടുത്ത കേസ് എന്താണ്, 4 എഡ്ജ് ഡിസ്കണ്ടിന്യൂസ്. 4 ഒറ്റ സ്ലാബ് ആണെങ്കിൽ, ഒറ്റ പാനൽ ആണെങ്കിൽ, പുറത്ത് കണ്ടിന്യൂഷൻ ഇല്ലെങ്കിൽ അത് 4 എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ആണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇതിന് മുകളിൽ വരുന്ന ഭാഗം മിസ്റ്റേക്ക് ആയിട്ട് വന്നതാണ്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം എഡ്ജ് കണ്ടീഷൻസ്. ഒന്ന് ഇന്റീരിയർ പാനൽ ആവുമ്പോൾ they are having 4 സൈഡ് കണ്ടിന്യൂസ്. 1 ഷോർട്ട് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ്. 1 ഷോർട്ട് എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഇതാണ്, ഈ കേസാണ് വരുന്നത്. അതിലെ 3 other sides are continuous. ഇനി 1 ലോങ് എഡ്ജ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്, ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഈ കേസാണ് വരുന്നത്. And all other 3 edges are continuous in that case. And 2 adjacent edges continuous. 2 adjacent continuous. They are having slabs coming at the corners. Okay, അത് 2 adjacent edge discontinuous ആണ്. ഇനി 2 short edge discontinuous, 2 long edge discontinuous, ഈ കേസ് 6 വരും. 3 edge discontinuous. 3 edge discontinuous എന്താണ്, 7. അതായത് അതിൽ തന്നെ 1 long edge continuous ആയിരിക്കണം. ഇനി 3 edge discontinuous ആണ്, 1 short edge continuous ആണെങ്കിൽ അത് കേസ് ഏതാ വരുന്നത്, 8. ഇനി 4 edge discontinuous ആണെങ്കിൽ അത് 9 എന്നുള്ള കേസ് വരും. ഇതാണ് ഡിഫറെന്റ് എഡ്ജ് കണ്ടീഷൻസ് ഓഫ് എ 2-way സ്ലാബ്. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഈ ടേമുകളെല്ലാം ആ ടേബിളിലുണ്ട്. ആ ടേബിളിൽ ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു, ആ ടേമുകളെല്ലാം ഒന്നും മിസ്സായി പോകാൻ ചാൻസ് ഇല്ല. ആ ടേബിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇത് സ്കീമാറ്റിക് ആയിട്ട് നമ്പർ ചെയ്ത് കാണിച്ചു ഡ്രോ ചെയ്താൽ തന്നെ മാർക്ക് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി IS കോഡിൽ വരുന്ന ഒരു കാര്യം, നമ്മൾ ഈ ബെൻഡിങ് മൊമെന്റ് mx my കണ്ടുപിടിച്ചു. ആക്ച്വലി മാക്സിമം ആണെന്ന് പറഞ്ഞു. അത് ഏത് പോർഷനിലാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് IS കോഡ് പറയുന്നുണ്ട്. Bending moment calculated from table 26 and 27 are applied only to middle strip of slab. മിഡിൽ സ്ട്രിപ്പ് ഓഫ് സ്ലാബ്സ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ IS കോഡിൽ ആ പേജുകൾ വായിച്ചാൽ കിട്ടും എന്താണ് അപ്പോൾ മിഡിൽ സ്ട്രിപ്പ്, എന്താണ് എഡ്ജ് സ്ട്രിപ്പ്, അതിന്റെ ക്ലാസിഫിക്കേഷനും അതിന്റെ ഡയഗ്രാം എല്ലാം, ക്ലാസിഫിക്കേഷനിലല്ല, എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് IS കോഡിലുണ്ട്. അതിവിടെ ഡ്രോ ചെയ്ത് കാണിച്ചു എന്ന് മാത്രം. അതായത് ഒരു ലെങ്ത്തിന്റെ 3/4 ഓഫ് along that direction is middle strip. അതായത് LY ആണെങ്കിൽ LYയുടെ മുക്കാൽ ഭാഗമാണ് മിഡിൽ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. എഡ്ജ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് 1/8 1/8. ബാക്കി കാൽഭാഗത്തിലെ പകുതി, കാൽഭാഗത്തിന്റെ പകുതി അടിച്ച് 2 എഡ്ജുകൾ സ്ട്രിപ്പ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സ്ലാബിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് മിഡിൽ സ്ട്രിപ്പ് ആൻഡ് എഡ്ജ് സ്ട്രിപ്പ് ആയിട്ടാണ്. മിഡിൽ സ്ട്രിപ്പ് കമ്മിങ് ആസ് 3/4 ഓഫ് ദി
length along that direction, and edge strip is 1/8 of the length along that direction. ഇത് ഈ രീതിയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇനി ഷോർട്ടർ ഡയറക്ഷനിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. മിഡിൽ സ്ട്രിപ്പ്, എഡ്ജ് സ്ട്രിപ്പ് ആൻഡ് എഡ്ജ് സ്ട്രിപ്പ് സെയിം തന്നെ. 3/4 ഓഫ് എൽ എക്സ്, 1/8 ഓഫ് എൽ എക്സ്, 1/8 ഓഫ് എൽ എക്സ്. നമ്മൾ ഇക്വേഷനിൽ പുട്ട് ചെയ്ത് എം എക്സ് എം ഐ കിട്ടുന്നത് മിഡിൽ സ്ട്രിപ്പിനാണ്. Bending moment calculated from table 26 are applied only to middle strip of slab. Okay. ഇത്രയാണ് ഇതില് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ഇനി വരുന്നത് ഡിസൈൻ പ്രോബ്ലം ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കാരണം ഡിസൈൻ പ്രോബ്ലം നമുക്ക് ഫ്രഷ് ആയിട്ട് തുടങ്ങാം. ഈ തിയറിന്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ആകുമ്പോൾ മടുക്കും. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ 2 way slabsന്റെ ആക്ഷൻസ്, 2 way slabsന്റെ 2 way slabs and 1 way slabന്റെ കമ്പാരിസൺ, പിന്നെ ഇതിൽ സ്റ്റെപ്സിൽ വരുന്ന വ്യത്യാസം, പിന്നെ 2 way slabsന്റെ ക്ലാസിഫിക്കേഷൻ, restrained and unrestrained, പിന്നെ bending moment calculations. bending moment calculation, അതുമായി ബന്ധപ്പെട്ട ടേബിളുകൾ, ഡിഫറെന്റ് എഡ്ജ് കണ്ടീഷൻസ്, ഇതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ സ്ലൈഡുകളിലൂടെ ഒന്നുകൂടെ ഓടിച്ചു പോവുക. നിങ്ങൾ ഒന്നുകൂടെ ഇത് കൂടെ എഴുതി പോകണം. കഴിഞ്ഞ ക്ലാസ്സിന്റെയും ഈ ക്ലാസ്സിന്റെയും നോട്ട് ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യാം. ഞാൻ അതിന്റെ PDF നോട്ട്സ് തരാം. നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യണം. ഞാൻ ഡേറ്റ് തരാം, ടൈം തരാം. അതുപോലെ തന്നെ ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ, വാട്സാപ്പിൽ ഗൂഗിൾ ഫോം വരും. അറ്റൻഡൻസ് അതിൽ മാർക്ക് ചെയ്യാം. ഡിസൈൻ പ്രോബ്ലം ആക്ച്വലി എടുക്കാത്തത് ഇന്നെല്ലാം കൂടെ കുറച്ചുകൂടെ ഓവർലോഡായി പോകുമെന്ന് തോന്നിയിട്ട്. ഇന്നലെ തന്നെ ക്ലാസ് എടുത്തല്ലേ. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ പഠിച്ചു വന്നിട്ട് അടുത്ത ക്ലാസ്സിൽ വരണം. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് വാല്യൂസ് ടേബിളിൽ നിന്ന് പുട്ട് ചെയ്യുന്നത്, ഡിഫറെന്റ് എഡ്ജ് കണ്ടീഷൻസ്, എസ്പെഷ്യലി ആ ഡിഫറെന്റ് എഡ്ജ് കണ്ടീഷൻസ് നന്നായിട്ട് നോക്കണം. ഓക്കെ, എനിവേ താങ്ക് യു.